ഞാനിന്ന് പാച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഗ്യാസ് അടുപ്പ് കത്തിച്ച് ആവശ്യത്തിന് വെള്ളം കുക്കറിൽ വെച്ചതിന് ശേഷം 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. 1 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഊറ്റി കളഞ്ഞ് ഇതിനകത്തോട്ടിടണേ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുക്കർ അടച്ച് 2 വിസിലടിച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ 2 വിസിലടിക്കണേ. അപ്പോഴത്തേക്ക് ഇത് ആവശ്യത്തിന് വെന്ത് കിട്ടുവേ. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്ത് കേട്ടോ, നന്നായിട്ട് വെന്തു. ഇനി നമ്മൾ ഒരു ശർക്കര ഉണ്ട പാനിയാക്കി അരിച്ചെടുത്തതാണ്. ഇത് ഇതിനകത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളം പറ്റാറാകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചേർക്കേണ്ടതാണ്. ഒന്ന് ഇളക്കണേ. പിന്നെ ഏലക്ക പൊടിച്ച് ഒരു 10 ഏലക്ക ഞാൻ കഴുകിയിട്ട് തൊലി കളഞ്ഞ് അത് പൊളിച്ചെടുത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ്. അതും കൂടി ഇതിനകത്തിടണം. എന്നിട്ട് കുറച്ചൊന്ന് തിളച്ച് പറ്റണം. ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. ഒരു നുള്ളും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി ഇച്ചിരി വെള്ളം പറ്റി വരണേ. ഞാൻ ചെറിയൊരു തേങ്ങ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. വലിയ തേങ്ങയാണ്, അരമുറി തേങ്ങ മതി കേട്ടോ. അല്ല, ഒരു മുറി തേങ്ങ മതി. പിന്നെ ഞാൻ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഒരു തേങ്ങയാണ് എടുത്തത്. ഇത് നല്ലതായിട്ട് തിളച്ചിട്ട് വെള്ളം കുറച്ചുകൂടെ ഒന്ന് പറ്റണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ആ ശർക്കര ഏലക്കായും ഉപ്പും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണേ. അതിനായിട്ട് ഒന്ന് തിളച്ച് ഇച്ചിരി ഏകദേശം ഒരു വെള്ളം ഒക്കെ പറ്റി വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയുടെ ഇടണം. പൊടിച്ച് വെച്ച തേങ്ങയുടെ തിരുമ്മി ഇട്ടാലും മതിയേ. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത തേങ്ങയാണിത്. അങ്ങനെ തേങ്ങയും കൂടെ ഇട്ട് ഇളക്കിയെടുക്കണം. നല്ലതായിട്ട് ഇളക്കിയെടുക്കണേ. പിന്നെ കുറച്ച് ഞാൻ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും കൂടെ നെയ്ക്കകത്തിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അവസാനം നമുക്ക് അതും കൂടി ഇതിനകത്ത് ചേർക്കണമേ. പക്ഷെ വീഡിയോ കൂടി കാണുമ്പോൾ അധികം കളറ് കാണുന്നില്ല, പക്ഷേ നല്ല കളറുണ്ട് കേട്ടോ. വെള്ളം പറ്റാറായി കേട്ടോ. പിന്നെ ഇത് ആറിക്കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. നല്ലതായിട്ട് പറ്റിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ കുറച്ചുകൂടി വഴറ്റി ഇങ്ങനെ പറ്റിച്ചെടുക്കാവുന്നതാണ്. ആറുമ്പോൾ ഇതിൽ നല്ല കട്ടിയായിട്ട് വരും. ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് വേണ്ടപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പാച്ചോറ് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉപ്പ് ഒത്തിരി കൂടിപ്പോവല്ലേ, ഒരു നുള്ളുപ്പിട്ടാൽ മതി. ആ പച്ചച്ചൊവ്വയൊന്ന് മാറാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്.
അല്പം ഉപ്പൂടെ ഇടുമ്പോൾ ടേസ്റ്റ് കൂടെ കൂടുതൽ കിട്ടുമല്ലോ. പിന്നെ ഇനി നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പയും ഉണക്ക മുന്തിരിങ്ങയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇടണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. ഇങ്ങനെയാണ് പാച്ചോറ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി കൂടി പറ്റിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഇത്ര ആവശ്യത്തിന് പറ്റി, പക്ഷേ ഇച്ചിരി കൂടി തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടി കുറുകി വരും, കട്ടിയായി. ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇച്ചിരി കൂടെ കുറുക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. വഴറ്റി ഒന്ന് പറ്റിച്ചെടുക്കാവുന്നതാണ്.